എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലത്തെ വീഡിയോയും മഞ്ഞാത്ത വീഡിയോയൊക്കെ കണ്ടോ? കുറേ പേർക്ക് 2 ദിവസത്തെയും വീഡിയോ റെസിപ്പികളെല്ലാം ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് അതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പം നാളെ ഞാൻ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കാം. അത് ആ സാധനം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആരും കഴിച്ചു പോകും. അതുപോലെ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. ഞാൻ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥിരം പ്രേക്ഷകർ മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഞാൻ ഈ മിക്സിയുടെ ജാറ് ലാസ്റ്റിൽ കുറച്ച് മാവ് കാണുമല്ലേ, അതൊന്ന് കഴുകിയിട്ട് ഞാനൊരു കൊച്ചു ബൗളിലെടുത്ത് വെക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അത് അതിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും, മാവ് അടിയിലും കിടക്കുമല്ലേ. അപ്പം മുകളിലത്തെ തെളിവെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ അടിയിലത്തെ മാവിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടാണ് ഞാൻ കലക്കി മാവിലൊഴിക്കുന്നത്. അന്നേരം ചോദിച്ചായിരുന്നു ആദ്യം ഒഴിച്ചത് എന്തുവാന്ന്. അത് ഞാൻ റിപ്ലൈ കൊടുത്തു. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ആ മാവ് വെള്ളം വെച്ചിട്ട് അതിൻ്റെ രാവിലെ ആകുമ്പോൾ തെളി ഊറ്റി അത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉപ്പിട്ട് കലക്കി ഒഴിച്ചതാണ്. പിന്നെന്തുവാ, പിന്നെ അങ്ങനെ ആരും ഡൗട്ട് ചോദിച്ചില്ല. ഇന്നും പിന്നെ ഇവന്മാരുടെ സംസാരവും പ്രൈസമ്മൻ്റെ സംസാരമൊക്കെ കേട്ട് ചിരിച്ച് ഊപ്പാട് വന്നെന്ന് പറഞ്ഞ് അവൻ്റെ ഓരോ കാര്യം ഇവന്മാർ രണ്ടും ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമേ എനിക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞുകൂടാ. ദൈവം തന്ന മക്കളാ. എത്രയോ പേർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു. ചില സമയത്ത് ഇവന്മാരുടെ ഈ കുസൃതി കാണുമ്പോൾ ഞാൻ വഴക്ക് പറയും, പോടാ എൻ്റെ ജോലി നടക്കുന്നില്ലടാ, പോയി അവിടെ ഇരിക്കുന്നതൊക്കെ. ഒരാളെന്തോലും ചെയ്താൽ ഒരാൾ എൻ്റെ ഞോണ്ടിയെ പിന്നെ പുറകെ പോയി 2 പേരെയും മാറ്റി നിർത്തണം. വീണ്ടും ഞാൻ അടുക്കളയിൽ വരുമ്പോൾ വീണ്ടും ഇത് തന്നെ ദൈവ. ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും, അത് സഹജമാണല്ലേ. പിന്നെന്താ, ഇന്നും അതുപോലുള്ള കുസൃതികളൊക്കെ ഉണ്ട്. 3-4 ദിവസം കൊച്ചവന് സ്കൂളിൽ ഈ ആനുവൽ ഡേയുടെ പ്രാക്ടീസും അതുമൊക്കെ ആയതുകൊണ്ട് അവധിയായിരുന്നു. ഇനിയും തിങ്കളാഴ്ചയോട് പോകുമ്പോൾ അവന് കുശുണ്ടിയായിരിക്കും. അയ്യോ പോണേന്ന് പറഞ്ഞു. രാവിലെ തൊട്ട് പഠിക്കാനാകുമ്പോൾ 2 പേരും ബുക്ക് എടുത്തിരിക്കും. എന്നിട്ട് ഒരുത്തന്നെ ഒരു മൂലയിൽ നിന്ന് ഇരുന്ന് 2 കൂടെ വഴക്കുകൂടക്കുമായിരിക്കും. ഓരോന്നൊക്കെ പറയുന്നയാ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പം ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് എനിക്ക് പറയാം. അപ്പം ഇന്നലത്തെ വീഡിയോയിലേ ഞാൻ കാണിച്ചില്ലേ ഈ പിള്ളേർ ഇവൻ വെളിയിൽ നിന്ന് വന്നോണ്ട് മഡ്ക കുൾഫീന്ന്. ഈ മഡ്ക എന്ന് പറയുന്നത് ഇവിടെ ഈ മൺകലം പോലെ ഉണ്ടല്ലോ, മൺകലം, അതിനാ മഡ്ക എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുൾഫി വെറുതെ നഷ്ടമായിരുന്നു. 50 രൂപ. ഇവൻ ചപ്പാത്തി വാങ്ങിക്കാൻ പോകണ്ടേ പപ്പാടത്ത് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നതാണ്. അത് 2-3 സ്പൂൺ എടുക്കാനേ ഉള്ളായിരുന്നു. കണ്ടാൽ രസമുണ്ട്. ഞാൻ ചോദിച്ചു മണ്ണിൻ്റെ കലമായിരിക്കുമെന്ന്. മണ്ണിൻ്റെ അല്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. പ്ലാസ്റ്റിക് പോലെയായിരുന്നു. കാണാൻ രസമുണ്ടായിരുന്നു. ചിലരൊക്കെ ഈ ഗ്ലാസിൻ്റെ അകത്തൊക്കെ പണ്ടൊക്കെ മൺകലത്തിനൊക്കെ വലിയ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. മൺകലത്തിൽ വെള്ളം ഒഴിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ട്, തണുത്ത വെള്ളം. പിന്നെ അതങ്ങ് മാറ്റി. ഇപ്പോൾ വീണ്ടും എല്ലാവർക്കും അതൊരു ഡിമാൻഡായിട്ട് വന്നേക്കുക. മഡ്ക, ഞാനതാ ടൈറ്റിൽ എഴുതിയത്, മഡ്ക കുൾഫി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ വെളിയിൽ നിന്ന് വടയാണ് വാങ്ങിച്ചത്. വട സാമ്പാർ, അതിൻ്റെ കൂടെ ചട്നി സാമ്പാർ വട, ഉഴുന്ന് വട. അപ്പോൾ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കണ്ടായിരുന്നു. പിന്നെ ഇന്ന് ജോലി അങ്ങനെ അധികമില്ല. ഇന്നലത്തെ പുലാവും ചിക്കൻ കറിയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇന്നിവിടെ കുറേ ക്ലീനിങ്, ഇങ്ങനെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വെച്ച്. അങ്ങനെ ഒത്തിരി അങ്ങ് ഡീപ്പായിട്ടല്ല, നമുക്ക് സമയം എപ്പോൾ എന്തൊക്കെ കിട്ടുന്നോ അതനുസരിച്ച്. ഇതെൻ്റെ ഈ അച്ചാർ സീൽ ചെയ്യുന്ന മെഷീനാണ്. അതിൻ്റെ മുകളിലാണ് എല്ലാം ഓരോന്ന് റേച്ചാൻ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ല ഉള്ളു, റേച്ചാൻ അങ്ങനെ അസുഖം വരാറില്ല. വന്നാൽ പിന്നെ അത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇച്ചിരി ചുമയും ഇതുമൊക്കെ ആയി. അപ്പം നെബുലൈസേഷൻ എടുക്കുന്നതുകൊണ്ട് നെബുലൈസേഷൻ ഇവിടെ എടുത്ത് വെളിയിൽ വെച്ചേക്കുക. അങ്ങനെ കപ്പ് സിറപ്പും അങ്ങനെ നമ്മുടെ ആക്സസിൽ പെട്ടെന്ന് എടുക്കുന്ന കാര്യങ്ങളാണ് അവിടെ അങ്ങനെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പാത്രങ്ങൾ ഇപ്പം എനിക്കിന്നങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇത്
ഇന്നത്തെ ദിവസത്തേക്കിനുണ്ട് പുല. എന്നാലും ഞാൻ ചിന്തിച്ച് മീൻ മത്തി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. എന്തോന്നാലും അത് സമയമുള്ളപ്പോൾ അങ്ങ് വെട്ടിക്കറി വെച്ചാൽ പിന്നെ നാളെ പിന്നെ നമുക്ക് മീൻകറി ആവുമല്ലേ. ഒന്ന് മീൻകറിയൊക്കെ നമ്മൾ വെച്ച് വെക്കുമ്പം കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം ഞാൻ സോപ്പിട്ട് വെച്ചു. അപ്പോൾ ഇന്നലത്തെ പുലാവിൻ്റെ പാത്രവും എല്ലാം കഴുകാനുണ്ട്. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം എനിക്ക് കുടിക്കാനൊക്കെ വെള്ളം വയ്ക്കാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വെച്ചു. ക്യാനിലൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് വെച്ച്. ഇനിയിപ്പോൾ ഈ കഴുകിയ വലിയ പാത്രങ്ങളെല്ലാം ഞാൻ കൊണ്ടങ്ങ് ബാൽക്കണി വെക്കും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിങ്ങനെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മീൻ വെട്ടാമെന്ന് വെച്ച്. മീൻ അവിടെ ഇരിപ്പുണ്ട്, സാവകാശം വെട്ടിയാൽ മതി, ഉച്ചയ്ക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ എടുത്തു വെച്ചത് എന്താണെന്നോ, ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഈ വെളിയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറേ പാത്രങ്ങൾ ഞാൻ എടുത്ത് മേളിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ചിന്തിച്ച് ഈ ഒരു സെറ്റിങ് എടുത്ത് വെളിയിലെടുത്ത് ഈ ഫ്രിഡ്ജിലൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഇങ്ങനെയുള്ള ചെറുതാവുമ്പം നല്ലതാണ്. ഇപ്പോൾ ഫ്ലാസ്കൊക്കെ ഓരോരുത്തർക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ബോൾമോനായിരുന്നു, ഇന്നിപ്പോൾ റീച്ചാൻ എടുത്ത് വെക്കുക ചൂടുവെള്ളം. അവൻ ഇച്ചിരി നേരം ഇവിടെ ഇരുന്ന് വായിക്കും, പിന്നെ പോയില്ലേ. ആ എന്നിട്ട് ആ കട്ടിലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാം എൻ്റെ കിടന്ന് വെടി പൊട്ടീര. ആ എന്നിട്ട് പഠിക്കാൻ പറഞ്ഞ പറയാ, ഒന്ന് സുഖമായിട്ട് ജീവിക്കാനും സമ്മതിക്കത്തില്ല എന്നെ ശനി. എന്തോ ജീവിതമാണെന്നുണ്ട് സുഖമായിട്ട് ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കില്ല. നീ ഇപ്പൊ പഠിച്ചാ സുഖമായിട്ട് ജീവിക്കാം മുന്നോട്ട്. സുഖമായിട്ടെന്നല്ല, സമാധാനത്തെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞേ. എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. വായി വെക്കാതെടാ അത്. എടാ അങ്ങനെ ചെയ്യാതിരിക്കാൻ. നിന്റെ കാലുണങ്ങിയോടാ? വേണ്ട, ഞാൻ പിന്നെ ഇളക്കി തരാം. ആ 3 ചാപ്റ്റർ ഞാൻ ഉച്ചയ്ക്ക് ഇപ്പൊ ചോദിക്കും. അല്ലേലും പാനൊക്കത്തില്ല താഴെ. അവന്റെ കാല് ഉറച്ചിട്ടില്ല ഇതുവരെ. എടാ വായി വെക്കാതിരിക്കാൻ പറഞ്ഞോ നിന്നോട്. ഞാൻ പോയി ഇനി അടുക്കള വല്ലതും ചെയ്യട്ടെ. പ്രൈസനോട് പഠിക്കാൻ പറയുമ്പോൾ അവൻ പറയുന്നത് ഇന്നിപ്പോൾ പറഞ്ഞതാ, പഠിക്കാൻ പറഞ്ഞത് ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. പടി 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 പടി. ഈ അവധിയുള്ള സമയത്തല്ല, ഇവൻ്റെ കൂടെയുള്ള പിള്ളേരെല്ലാം രാവിലെ ഞാൻ നോക്കുമ്പോൾ അടുക്കള നിൽക്കുമ്പോൾ ഒരു 8:30 ആകുമ്പോഴേ വരുന്നതാണ് ട്യൂഷന്. ഞങ്ങളുടെ ഇവിടെ താഴെ ഒരു
ട്യൂഷനുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു എടാ അതുപോലെ പോവാ, നീ 2-3 മണിക്കൂർ പുള്ളി അവിടെ കുറേ നേരം പിള്ളേർ അവരുടെ ഹോംവർക്ക് വരെ ചെയ്യിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. പക്ഷേ പിള്ളേരെ പഠിപ്പിക്കുന്നത് നല്ലതുപോലെ പഠിപ്പിക്കുന്നത്. അവിടെ ചെല്ലുന്ന പിള്ളേർക്കെല്ലാം നല്ല പേഴ്സൻറ്റേജ്. അത്രയ്ക്ക് പിള്ളേരെന്തെങ്കിലും ഓരോരുത്തർ സാധാരണ ചിലർ 2 മണിക്കൂറെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞങ്ങ് വിടും. പക്ഷേ ഈ പുള്ളിക്കാരി അങ്ങനെയല്ല. അവർ പഠിക്കുന്നിടം വരെ എന്തെങ്കിലും പഠിക്കാൻ കൊടുത്ത് അത് ആൻസർ നന്നായിട്ട് പറയുന്നിടം വരെ അവിടെ പിടിച്ചിരുത്തും. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ ഞാൻ 2-3 മണിക്കൂർ നിന്നെ അവിടെ വിടുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഇന്നലത്തെ മുട്ടക്കറിയുടെ ഇത്തിരി ഇരിപ്പുണ്ട്. അവർക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കൊടുക്കാം. രാത്രിത്തേക്കിന് ഇന്നത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, പുലാവും ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങനെ അടുക്കിപ്പറക്കും അതൊക്കെയായിരുന്നു, തുടയലും അതൊക്കെയായിരുന്നു. അപ്പോൾ എന്നാലും ഈ മീൻ എടുത്തൊന്ന് കറി വെച്ചാലേ നമുക്ക് നാളെ എന്തെങ്കിലും ഉപയോഗിക്കാമല്ലേ. ഇച്ചിരി സമയം ഉള്ളതുകൊണ്ട് ഇതങ്ങനെ ഇരുന്ന് വെട്ടുക. ഞങ്ങളുടെ കുക്കിംഗ് പരിപാടിയൊന്നും ഇല്ല. തുണിയെല്ലാം മടക്കാൻ കിടക്കുന്ന തുണി ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ ഇടണം, ഇച്ചിരി കൂടെ കഴിഞ്ഞ് ഇട്ടാൽ മതി. അവൻ ഞാൻ ചെല്ലുമ്പം വായിക്കും, പിന്നെ പാട്ടും പാടി ഇരിക്കുക. ഒന്ന് 2 ദിവസം കൊണ്ട് പറയാം, അവൻ കൂടെ നിന്നാ എടുക്കത്തില്ല. അവൻ 2 ദിവസം ഒന്നും ചെയ്തില്ല, ഇവിടെ നിന്ന് കളിയായിരുന്നു. ആനുവൽ ഡേ ആണ് നാളെ സ്കൂളിലെ. അപ്പം അവധിയാണ്. തണുപ്പ് പോയോ? ചൂടുണ്ട് ഇപ്പം. ഞാൻ മീനൊക്കെ വെട്ടിയെടുത്തായിരുന്നു. അപ്പം ചിലതിൻ്റെ തല ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴേലും നെയ്മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിലതിൻ്റെയൊക്കെ നെയ്യും എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് നേരത്തെ ഞാൻ വറുക്കുന്നത് പോലെ ഒന്ന് ഇപ്പോഴെടുക്കുന്നില്ല, ഇപ്പോൾ ഉണ്ടല്ലേ, അതുകൊണ്ട് പിന്നെ എടുക്കാനായിട്ട് വെട്ടി വെക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങ് മീൻകറി അങ്ങ് വെച്ച് വെക്കുക. അപ്പോൾ ഇന്നലത്തെ മുട്ടക്കറിയൊക്കെ ഇരിപ്പുണ്ട്. മുട്ടക്കറിയുടെ ബാക്കി മുട്ടയില്ല, ആ ബാക്കിയുള്ള കുറച്ച് ഗ്രേവി. അന്നേരം ഇവർക്കത് ചപ്പാത്തിക്ക് ഞാൻ അത് കൊടുത്ത്, പിന്നെ ഇത് അങ്ങ് ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ പിള്ളേരോട് പഠിക്കെന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കാലം ഓർക്കും. നമ്മുടെ അമ്മടുത്തും അമ്മ ഇങ്ങനെയൊക്കെ പറയത്തില്ലായിരുന്നോ, പഠിക്ക്. ഇപ്പോഴാണ് അന്നത്തെ വാല്യൂ മനസ്സിലാവുന്നത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയുടെ വില അറിയുന്നത്. നമ്മുടെ പിള്ളേർക്ക് പറയുമ്പം എത്രമാത്രം ബോറിങ് ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. അന്നൊക്കെ നമുക്കെന്ന് പറയാൻ നമുക്ക് വീട്ടിലെ ജോലികളും ഉണ്ട്. നാട്ടിലാകുമ്പോൾ നമുക്ക് മുറ്റം തൂപ്പും പശുവോ ആടോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം നോക്കണം. പിന്നെ പറമ്പ് ഉണ്ടല്ലേ, അപ്പോൾ ആ പറമ്പിലൊക്കെ കാട് വരുമ്പോൾ ഒരു സമയത്ത് ഞങ്ങളെ കൊണ്ട് കാട് പറയിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കിലെ തൊട്ടാവാടി മുള്ളുണ്ടല്ലോ, ഈ കൈയെല്ലാം പോന്തുമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്കൊന്നുമില്ല. അവർക്ക് പഠിച്ചാൽ മാത്രം മതി. പിന്നെ അവരുടെ കളി ഇതൊക്കെ നടക്കുന്നുള്ളൂ, തീറ്റി. എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്കൊന്നും ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം പോരെ, പിന്നെ സമയാസമയം കഴിക്കണം, അതെല്ലാം ഉള്ളു, വേറെ ഒന്നും അറിയണ്ടല്ലേ. അപ്പം മീൻ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ പാത്രങ്ങൾ ഞാനിങ്ങനെ മേളിൽ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം പിന്നെ ചിന്തിച്ചിപ്പം ഞാനിങ്ങനെ കിടന്നപ്പോൾ ചിന്തിച്ച് ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാനേ നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെ വലുത് ചെറുത് അങ്ങനെ ഉള്ള പാത്രമാണ്. അതിൻ്റെ അടിവശത്തില്ല കോപ്പർ അത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കഴുകി, ഇതിപ്പം കുറച്ച് നാളായി എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പം കഴുകി 1-2 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്നുകൂടെ കഴുകും, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല, ആ പഴയതിരുന്നതിൻ്റെ ഇതായതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.